തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. കലാകിരീടം തിരികെ കണ്ണൂരിലെത്തിക്കണമെന്ന് സ്പീക്കർ എൻ ഷംസീർ. കലോത്സവത്തിൽ മത്സരം വിദ്യാർത്ഥികൾ തമ്മിൽ മാത്രമല്ല മാധ്യമങ്ങൾക്കിടയിലുണ്ടെന്നും ഷംസീർ പറഞ്ഞു. പയ്യന്നൂരിൽ നടന്ന ജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷംസീർ. സംസ്ഥാന തലത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് ഒന്നാമതെത്താൻ ആവശ്യമായ പരിശീലനം മത്സരാർത്ഥികൾ നടത്തണം. ഇനി അത്ര ദിവസമേ ബാക്കിയുള്ളൂവെന്നും ജില്ലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. സംസ്ഥാന യൂത്ത് പങ്കെടുക്കാൻ പോകുന്ന ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും കണ്ണൂർ ജില്ല സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ ചാമ്പ്യന്മാരാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു സമ്മാനം കിട്ടാതെ പോയി എന്നതുകൊണ്ട് ഇരുന്ന് ബാക്കൗട്ട് ചെയ്യലല്ല. സമ്മാനം കിട്ടാതെ പോയവർ വീണ്ടും മത്സരിക്കാനുള്ള ഒരു വാശിപൂർവമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ വീണ്ടും മത്സരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. സമ്മാനം നേടിയവർ ഇവിടെ കൊണ്ടെല്ലാം കഴിഞ്ഞു അന്ന് നിയമത്തിലേക്ക് എത്താൻ പാടില്ല. സംസ്ഥാന തലത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് ആവശ്യമായ വിജയം കരസ്ഥമാക്കാനുള്ള പരിശീലനം ഇനിയും ആരംഭിക്കണം. ഇത് കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം ചില്ലറ ദിവസമാണ് മുന്നിലുള്ളത് സംസ്ഥാന യൂത്ത് പങ്കെടുക്കാൻ. അപ്പൊ ആ നിലയിലേക്ക് മത്സരം സംഘടിപ്പിക്കാൻ സാധിക്കണം. ഈ തവണ തിരുവനന്തപുരത്ത് സംസ്ഥാന കലോത്സവത്തിന് എത്തുന്ന കുട്ടികൾക്ക് നിയമസഭ കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന അവസരം കൂടിയാകും. കലാകാരന്മാരിൽ പല പ്രമുഖരെയും വാർത്തെടുത്തത് കലോത്സവമാണ്. പിന്തള്ളപ്പെട്ടാലും വിഷമിക്കരുത്. അത്രയേറെ ശക്തമായ മത്സരമാണ് ഇപ്പോൾ കലോത്സവത്തിലുള്ളത്. കലോത്സവത്തിൽ മത്സരം വിദ്യാർത്ഥികൾ തമ്മിൽ മാത്രമല്ല മാധ്യമങ്ങൾക്കിടയിലുമുണ്ട്. അത്രമാത്രം പ്രാധാന്യം മാധ്യമങ്ങൾ നൽകുന്നുണ്ടെന്നും ഷംസീർ പറഞ്ഞു. നിങ്ങൾ കാണേണ്ടത് എത്രമാത്രം പ്രാധാന്യമാണ് കേരളത്തിലെ വിഷ്വൽ പ്രിന്റ് മീഡിയ നിങ്ങൾക്ക് നൽകുന്നത്. പത്രം നോക്കിയാൽ ജില്ലാ പേജുകൾ പൂർണ്ണമായും നിങ്ങളാണ്. ഞാനിപ്പോ കുറച്ച് ദിവസം തിരുവനന്തപുരത്തായിരുന്നു, എത്തിയപ്പോൾ ഞാൻ കണ്ടത് ഒരു പത്രം കൊടുത്ത വാർത്ത പച്ചയുടെ നാളുള്ള ഒരു ഫോട്ടോയാണ്. അപ്പോ സ്ട്രേഞ്ച് കോയിൻസിഡൻസ്, അന്ന് സ്വാഭാവികമായും പച്ചക്കാർക്ക് അപമാനം കിട്ടിയതാണ്. അപ്പൊ അത് മത്സരമാണ്. മത്സരം നിങ്ങൾക്കിടയിൽ മാത്രമല്ല, നിങ്ങൾ ധരിച്ചു വെക്കണം, നിങ്ങൾക്കിടയിൽ മാത്രമല്ല, പ്രിന്റ് വിഷ്വൽ മീഡിയ മത്സരിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് ജനങ്ങൾ എത്രമാത്രം സസൂക്ഷ്മം ഗൗരവമായി ഈ യൂത്ത് ഫെസ്റ്റിവൽ കാണുന്നുള്ളതാണ്. സമ്മാനം കിട്ടിയവരും കിട്ടാതെ പോയവരും ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. വീണ്ടും മത്സരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ചടങ്ങിൽ ടി.എ. മസൂദൻ എം.എൽ.എ. അധ്യക്ഷനായി. അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥസായി കൃഷ്ണ സമ്മാനവിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, നഗരസഭ ചെയർപേഴ്സൺ കെ.ബി. ലളിത, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബു മഹേശ്വരി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കലോത്സവത്തിൽ ഭക്ഷണമൊരുക്കിയ കെ.യു. ദാമോദര പുതുവാളിനെ സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമിക ന്യൂസ്, പയ്യന്നൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയസമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.